നമസ്തേ. എച്ച്2എസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2ൻ്റെ ക്ലാസ് തന്നെയാണ് നോക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഒന്നാമത്തെ പാഠഭാഗം എല്ലാവരും നോക്കിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആദ്യത്തെ പാഠഭാഗത്തിൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക, മീനിങ്സ് എഴുതുക, എന്താണ് പോയത്തിൻ്റെ അർത്ഥം എഴുതുക, അതിനെക്കുറിച്ചൊരു ഖണ്ഡിക എഴുതുക, അങ്ങനെയൊക്കെയല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിനി വ്രജഹരിതം എന്നുള്ള പാഠഭാഗത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക, തിരക്കഥയാക്കി എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത്. അതുപോലെ കഥാരൂപത്തിലുള്ളതാണ്. അപ്പോൾ ആരോട് പറഞ്ഞു, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പാഠഭാഗത്തേക്ക് പോയാലോ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കുറേ കാലം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കുക. കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ പാഠഭാഗം നോക്കാം. മൂന്നാം തീയതി പരീക്ഷ അല്ലേ, നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗത്ത് നിന്ന് ആദ്യത്തെ നമ്മൾ ചെയ്യണത്. വേദ ഇത് പ്രഖ്യാത ഗ്രന്ഥ കഹ. പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും, നിങ്ങളതൊന്ന് കറക്റ്റ് ഉത്തരം എടുത്ത് എഴുതുക കേട്ടോ. ഞാനിവിടെ കറക്റ്റ് ഉത്തരങ്ങളാണ് പറയണത്. ഓപ്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വായിക്കണോ? രാമായണം, മഹാഭാരതം, കഠോപനിഷത്ത്, അങ്ങനെയാണ് ചോദിക്കുക. അപ്പം മഹാഭാരതമാണ് കേട്ടോ. ഹാ ഹതോസ്മി കസ്യ രോദനമിതം. ഹാ ഹതോസ്മി, ഇത് ആരുടെ രോദനമാണ്, ആരുടെ കരച്ചിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ലുബ്ധകസ്യ രോദനം. പക്ഷിയുടെ എല്ലാ, ലുബ്ധകൻ എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ, അദ്ദേഹത്തിന്റെ കരച്ചിലാണ് കേട്ടത്. ശാരികെ ജാനാമി സർവം വൃത്താന്തം കസ്യാഹ വചനമിതം. ശാരികെ, നിന്റെ കഥയെല്ലാം എനിക്കറിയാം. ഇത് ആരുടെ വാക്കുകളാണ്? താപസിയുടെ വാക്കുകളാണ് കേട്ടോ. അമ്മയുടെയും വൃക്ഷത്തിന്റെയും വാക്കുകളല്ല, താപസിയുടെയാണ്. ഏഷഹ സർവദാ അസ്മാൻ പരിത്രാതും വ്യഗ്രഹ ആസീത്. ഏഷഹ കഹ, ഇദ്ദേഹം എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ വ്യഗ്രനാണ്, തൽപരനാണ്. ഈ ഏഷഹ എന്ന് പറഞ്ഞ ആൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. വൃക്ഷമാണ് ഏഷഹ എന്ന് പറയുന്ന ആള്. അടുത്തത് പിതരവ് കൃതജ്ഞതാപൂർവം കം അനമതാം. ആരാണ് അച്ഛനമ്മമാരെ ആരെയാണ് നമസ്കരിച്ചത്? വൃക്ഷരാജനെയാണ് നമസ്കരിക്കുന്നത്. ഏകസ്യാം ശാഖായാം വൃക്ഷഃ താം ദോളയതും പ്രചക്രമേ. ഒരു ശാഖയിൽ ഇരുത്തിയിട്ട് അവളെ ആട്ടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വൃക്ഷത്തിൽ ഊഞ്ഞാല് പോലെ ആടി എന്ന് പറയുന്നില്ലേ. കാം, ആരെയാണ് ഊഞ്ഞാല് പോലെ ആട്ടിയത്? വൃക്ഷം ശാരിക പക്ഷിയെയാണ് ആട്ടിയത് അല്ലേ. ശുഗകഥ കസ്മിൻ ഗ്രന്ഥേ ഉപലഭ്യതേ. ശുഗകഥ ഏത് ഗ്രന്ഥത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്? ഏത് ഗ്രന്ഥത്തിലാണ്? മഹാഭാരത ഗ്രന്ഥത്തിലാണ്. ഓക്കെ, നമുക്ക് ലഭിക്കുന്നത് മഹാഭാരത ഗ്രന്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രദത്തം ഗദ്യഭാഗം പഠിത്വ അധോ നിർദ്ദിഷ്ടാനാം പ്രശ്നാനാം ഉത്തരാണി ലിഖത എന്നാണ് കൊടുത്തിട്ടുള്ള. ഗദ്യഭാഗം പഠിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഗദ്യഭാഗം ഇതാണ്. മാതുഹു പക്ഷാന്തഃ നിദ്രാസുഖം അനുഭൂയമാനാഹ വയം യഥാ കഥഞ്ചിത് സുപ്തോത്ഥിതഃ പിതരോ ഭോജനമന്വേഷ്യ ഗതൗ. അച്ഛനമ്മമാർ ഭക്ഷണം അന്വേഷിച്ചു പോയി, ഞങ്ങളിങ്ങനെ സുഖമായി ഉറങ്ങുകയായിരുന്നു, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. തയോഹോ ആഗമനകാലം യാവത് വൃക്ഷമേവ പിതരോ. അച്ഛനമ്മമാർ തിരിച്ചു വരുന്നവരെ വൃക്ഷം തന്നെയാണ് എന്നെ ഞങ്ങളെ സംരക്ഷിക്കുന്നവർ. അസ്മാൻ പോതകാനിവ സംരക്ഷതി സ്മ. അദ്ദേഹം ഞങ്ങളെ അച്ഛനമ്മമാരെ പോലെ തന്നെ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. മമ അനുജാനാം ശബ്ദം ശ്രുത്വായവ നീടാത് ബഹിരാഗത. അനുജന്മാരുടെ ശബ്ദം കേട്ടാണ് ഞാൻ കൂട്ടിൽ നിന്ന് പുറത്തു വന്നത്. വൃക്ഷസ്യ അധഃ തണ്ടുലാൻ പ്രസൃതാൻ എതിർച്ഛയാ അപശ്യം. നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? വൃക്ഷത്തിന് താഴെ ആരോ അരിമണികൾ വിതറിയിട്ടിരിക്കുന്നു. തണ്ടുലാൻ ആഹർത്തും ഉദ്യുക്താനാം ഹാ ഹതോസ്മി. തണ്ടുലാൻ അരിമണി കൊത്തിത്തിന്നാൻ ചെന്ന എല്ലാവരും ഹാ ഹതോസ്മി ഇതി രുദിതം അശ്രൗഷം. ആ ഒരു കരച്ചിൽ മാത്രമാണ് കേട്ടത്. എന്താണ്? വൃക്ഷസ്യ ഏക ശുഷ്കശാഖ കസ്യജിത് ജാലധാരിണ ലുബ്ധകസ്യ ശിരസി അപതൻ ഇവ. എന്താണ്? പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മേലേക്ക് വല എറിയാൻ കാത്തു നിൽക്കുന്ന വേടന്റെ ശബ്ദമാണ് കേട്ടത്.
വേടൻ എന്താണ് ഉദ്ദേശിച്ചത്? അരി എറിഞ്ഞു, അത് കൊത്തി തിന്നാൻ വരുന്ന പക്ഷികളെ പിടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. ആ സമയത്ത് വൃക്ഷം ഒരു വലിയ ശാഖ ആ വേടന്റെ ശരീരത്തിലേക്ക് മറിച്ചിട്ടു. അത് കേട്ടിട്ട് അത് കൊണ്ടിട്ട് ഈ വേടൻ മറിഞ്ഞു വീണു. അപ്പൊ അദ്ദേഹത്തിന്റെ കരച്ചിലാണ് കേട്ടത്. അപ്പൊ അങ്ങനെ പക്ഷി കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയാണ് വൃക്ഷം ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി ഇതിലത്തെ ചോദ്യം എന്താണെന്നറിയോ? ഗദ്യാംശേ വിദ്യമാനഃ ത്വാന്ത ല്യബന്ധ തുമുന്നന്ത രൂപാണി ചിത്വ ലിഖത. ത്വാന്തം, ത്വ എന്ന് അവസാനിക്കുന്ന പദം, ല്യപ്പ് എന്ന് അവസാനിക്കുന്ന പദം, തുമുൻ എന്ന് അവസാനിക്കുന്ന പദം എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിലെ ത്വാന്തം വരുന്നത് ശ്രുത്വ എന്നാണ്. ത്വ എന്ന് അവസാനിക്കുന്നതെല്ലാം ത്വാന്തമാണ് കേട്ടോ. അന്വേഷ്യ, യായിൽ അവസാനിക്കുന്നതെല്ലാം എന്താണ്? ല്യബന്ധമാണ്. ല്യപ്പ് എന്ന് പറയുമ്പോൾ യായാണ് അവസാനം വരിക. ആഹർത്തും, തും എന്ന് അവസാനിക്കുന്നത് തുമുന്നന്തമാണ്. ക്രിയയുടെ കൂടെ ല്യബന്ധം, തുമുന്നന്തം, ത്വാന്തം വരുന്ന വാക്കുകളാണ് എടുത്ത് എഴുതാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രുത്വ, അന്വേഷ്യ, ആഹർത്തും എന്നുള്ളതാണ് 3 ഉത്തരങ്ങൾ കേട്ടോ. ഇനി കൗ ഭോജനം അന്വേഷ്യ ഗതൗ. ആരൊക്കെയാണ് ഭോജനം, ഭക്ഷണം അന്വേഷിച്ചു പോയത്? പിതരൗ അല്ലെ. പിതരൗ ഭോജനം അന്വേഷ്യ ഗതൗ. കൗ എന്ന് പറയുമ്പോൾ ഔ എന്ന് അവസാനിക്കുന്ന വാക്ക് തന്നെയായിരിക്കും അതിന്റെ ഉത്തരം. അത് തന്നെ വെച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. പിതരൗ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ. വൃക്ഷസ്യ അധഃ കിം അപശ്യത്. വൃക്ഷത്തിന് താഴെ എന്താണ് കണ്ടത്? വൃക്ഷസ്യ അധഃ തണ്ടുലാൻ പ്രസൃതാൻ അപശ്യത്. വൃക്ഷത്തിന്റെ താഴെ തണ്ടുലാൻ പ്രസൃതാൻ, അരിമണി വിതറിയിരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഹാ ഹതോസ്മി, ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയത് ആരാണ്? കഹ കസ്മാത് രോദിതി. ആരാണ്? ലുബ്ധകഹ രോദിതി. ആ വല വിരിച്ച ആളാണ് കരഞ്ഞത്. വൃക്ഷസ്യ ഏക ശുഷ്കശാഖ തസ്യ ശിരസി അപതത്. എന്ത് കാരണമാണ്? വൃക്ഷത്തിന്റെ ഒരു ഉണങ്ങിയ കമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചത് കൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത് എന്നാണ് പറയുന്നത്. ഇനി പിന്നത്തെ ഒരു ചോദ്യം, ഉദാഹരണാനുസാരം പദം വിശ്ലേഷയത. ഈ കൊടുത്തിരിക്കുന്നത് പോലെ പദത്തെ പിരിച്ചെഴുതുക. ഹരിരത്ര എന്നുള്ളത് ഹരിഹി അത്ര എന്നാണ് എഴുതിയേക്കണേ. അതുപോലെ ബഹിരാഗത എന്ന് നമ്മൾ പിരിച്ചെഴുതണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹരിരത്ര എന്നുള്ളിടത്ത് ഹരിഹി എന്ന് വിസർഗം ചേർത്തിട്ട് അത്ര എന്നാണ് എഴുതിയേക്കണേ. അതേപോലെ തന്നെ ഇവിടെ ബഹിഹി എന്ന് വിസർഗം ചേർക്കണം. അത് മറക്കരുത്. ബഹിഹി എന്നുള്ളിടത്ത് വിസർഗം പോയിട്ടാണ് ര എന്ന അക്ഷരം ഒറ്റപ്പദത്തിൽ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യത്തെ പദം എങ്ങനെയാണോ പദം പിരിച്ചേക്കണം, അവസാനം വിസർഗം ഉണ്ടോ എന്ന് നോക്കണം. അവസാനം എന്താ പറയാ, അവഗ്രഹ ചിഹ്നം, എന്താ പറയാ, ഹലന്ത ചിഹ്നം ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ആദ്യത്തെ പദത്തിൽ, ഹലന്ത ചിഹ്നം എന്ന് പറഞ്ഞാൽ അടിയിലൊരു വരയിടില്ല ഇങ്ങനെ, അത് ആദ്യത്തെ പദത്തിൽ പദം പിരിച്ചോടത്ത് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പുറത്തും എഴുതണം കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹരിഹി ബഹിഹി പ്ലസ് ആഗത. ഇവിടെ വിസർഗമാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ വിസർഗം ചേർത്തിട്ട് തന്നെ പുതിയ പദവും നിങ്ങൾ പിരിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ത്വാന്തം ല്യബന്ധം തുമുന്നന്തം. ത്വാല അവസാനിക്കുന്ന പദം ത്വാന്തം, യായിൽ അവസാനിക്കുന്ന പദം ല്യബന്ധം, തും എന്ന് അവസാനിക്കുന്ന പദം തുമുന്നന്തം. സിമ്പിൾ. അത് കഴിഞ്ഞു. പിന്നെ ചോദ്യോത്തരങ്ങൾ കൗ എന്ന് ചോദ്യം ചോദിച്ചാൽ ഔ എന്ന് എൻഡ് ചെയ്യുന്ന പദം തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. അതും എളുപ്പമാണ്. പിന്നെ ഉദാഹരണം അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞ ഉദാഹരണം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉദാഹരണത്തിന്റെ പോലെ തന്നെ എഴുതാം. ഓക്കെ, എളുപ്പല്ലേ? സിമ്പിളാണ്. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്തത് ഇതേപോലെ തന്നെ വേറൊരു പാരഗ്രാഫ് തന്നേക്കാണ്. ഈ പാരഗ്രാഫിലും ത്വാന്തം ല്യബന്ധം തുമുനന്തം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, കാണാൻ പറ്റുന്നുണ്ടോന്ന്. ഭവന്തഃ ഗച്ഛന്തു നാഹമധുന ആഗച്ഛാമി അസ്യ ദയനീയാം അവസ്ഥാം വിചിന്യ കഥമേതം ത്യക്ത്വാ ഗന്തും ശക്നുമഃ ഏഷഃ സർവദാ അസ്മാൻ പരിത്രാതും വ്യഗ്രഹ ആസീത്. ഇത് വൃക്ഷത്തെക്കുറിച്ച് ശാരിക പക്ഷി പറയണതാണ്. ഞാൻ ഇവിടെ നിന്ന് വരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ദയനീയമായ അവസ്ഥയെ കണ്ടല്ലേ ആ കഥയിൽ പറയുന്നില്ലേ? കുറച്ചു കാലം മുൻപ് വേടന്റെ അമ്പേറ്റിട്ട് വൃക്ഷം മുഴുവൻ കരിഞ്ഞുണങ്ങിപ്പോയി. എല്ലാ പക്ഷികളും ആ വൃക്ഷത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഈ ശാരിക പക്ഷി മാത്രം പോയില്ല. കാരണം എന്താണ്? അവരുടെ അനുജന്മാരെ രക്ഷപ്പെടുത്തിയത് ഈ വൃക്ഷമാണ്. അപ്പൊ വൃക്ഷത്തിനൊരു ദുർദശ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോവുക എന്നാണ് ശാരിക പക്ഷി ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല ഞാനിങ്ങനെ റഫായിട്ട് പറഞ്ഞു പോണത് കേട്ടോ. ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ആ വീഡിയോസ് ഉണ്ട്, രണ്ടാമത്തെ പാഠത്തിന്റെ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ റഫായിട്ട് കേട്ടാൽ ചിലപ്പോൾ ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയില്ല. പാഠം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ.
അപ്പം അങ്ങനെ ഈ പക്ഷി സഗദ്ഗതം പുനഃ പുനഃ വിലപന്തി അന്വേഷണം ഗമനം സാസ്ത്രം പശ്യന്തി തത്രൈവ ഗാഠമാശ്ലിഷ്യ നാഹം ഗച്ഛാമി ഭവന്തം വിഹായ നാഹം കുത്രാപി ഗച്ഛാമി. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഗദ്ഗതത്തോടു കൂടി തൊണ്ടയിൽ ഇങ്ങനെ ശബ്ദം തടഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പക്ഷി പറയണം, ഞാൻ വരുന്നില്ല, ഞാൻ നിങ്ങളെ ഈ വൃക്ഷത്തെ വിട്ട് ഞാൻ എവിടെയും വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെല്ലാം പോകുന്നത് വളരെ ദുഃഖത്തോടു കൂടി പക്ഷി നോക്കി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഭവന്തഹ ഗച്ഛന്തു നാഹമധുന ഗച്ഛാമി കസ്യ വചനമിതം. ആരുടെ വാക്കുകളാണ്? ശാരിക പക്ഷിയുടെ അല്ലേ? ശാരിക പക്ഷിയാണ് അങ്ങനെ പറയുന്നത്. അന്വേഷാം ഗമനം കഥം പശ്യന്തി. എങ്ങനെയാണ് മറ്റുള്ള പക്ഷികൾ പോകുന്നത് നോക്കി നിൽക്കുന്നത് ശാരിക പക്ഷി? അന്വേഷാം ഗമനം സാസ്ത്രം പശ്യന്തി. ഭയങ്കര സങ്കടത്തിലാണ് നോക്കി നിൽക്കുന്നത് അല്ലേ? അതേ വാക്ക് ഇതിലുണ്ട്, അതെടുത്തിട്ട് എഴുതിയാൽ മതി. ഗദ്യഭാഗ്യ വിദ്യമാനം ത്വാന്തം ലബന്ധം തുമുന്നന്തം കണ്ടുപിടിച്ചിട്ട് എഴുതണം. എവിടെയാണ് ത്വാ വരുന്ന വാക്ക്? എവിടെയാണ് നോക്കൂ. ത്വാ എന്ന് എവിടെയാണ് വരുന്നത്? ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തൂ. തെക്ത്വാ. ത്വാ കണ്ടുവോ? തെക്ത്വാ. അപ്പൊ അതെടുത്തിട്ട് എഴുതാ. പിന്നെ യായിൽ അവസാനിക്കുന്ന വാക്ക് വിചിന്യ വിസ്മൃത്യ ആശ്ലിഷ്യ. ഓക്കെ, അനാധൃത്യ വിഹായ, ഇതൊക്കെ യായിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് എഴുതുക. അപ്പൊ ഇതൊക്കെ എന്താണ്? വെർബായിരിക്കണം കേട്ടോ, ക്രിയാരൂപമായിരിക്കണം, പേരുകളാവരുത്. ക്രിയയുടെ അവസാനം വരുന്ന യാ ട്ടാ, അത് ശ്രദ്ധിക്കണേ. പേരിനെയാണ് നൗൺ എന്ന് പറയണത്. ക്രിയാരൂപങ്ങളെ അവസാനം വരുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന വാക്കുകൾ. ഓക്കെ, നടന്നു, പോയി, വന്നു എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ്. ആ പദങ്ങളുടെ അവസാനം യാ വരുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് എഴുതുക. അതാണ് കുറച്ചുകൂടി എളുപ്പം. അറിയാത്തവർക്ക്, ഗ്രാമർ അത്ര അങ്ങോട്ട് അറിയാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത്. ത്വാന്തം ലബന്ധം തുമുന്നന്തൊക്കെ ഞാൻ വേറെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. ഓക്കെ, പിന്നെ തുമുന്നന്തം ഗന്തും പരിത്രാതും, ഇതൊക്കെ തും എന്ന് അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അവ എടുത്തിട്ട് എഴുതുക. അത്രയും എളുപ്പമാണ്. എളുപ്പമല്ലേ ഇത്? സിമ്പിളാണ്, നിങ്ങൾ പേടിക്കാതെ ഇരുന്നാൽ മതി. ഇനി രേഖാങ്കിത പദം വിശ്ലേഷേത. ഇവിടെ ഒരു പദത്തിന്റെ അടിവരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഥമേതം എന്നുള്ളത് അല്ലേ? കഥം പ്ലസ് ഏതം എന്നാണ് പദം പിരിക്കേണ്ടത്. അതിന് ഉദാഹരണം കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ കഥം പ്ലസ് ഏതം എന്ന പദം പിരിച്ച് എഴുതാം. നിങ്ങൾക്ക് അറിയണ പോലെ പദം പിരിച്ചെഴുതാം. നിങ്ങൾക്ക് കിട്ടും. കഥം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും വായിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ? എ വെച്ചിട്ടാണ് വാക്കുകൾ തുടങ്ങുക, മേ വെച്ചിട്ട് തുടങ്ങില്ലല്ലോ. അപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി മൂന്നാമത്തെ, ഇവിടെ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. വാത്സല്യപൂർണേന ചക്ഷുഷ താം വിലോക്യ സ്മിതമുഖി അഭൂത്. അപ്പൊ ഈ പക്ഷിയും വൃക്ഷത്തിൽ നിന്ന് പോവാതെയായപ്പോൾ ഒരു വനദേവത പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അവരിങ്ങനെ വളരെ ചിരിച്ചിട്ടാണ് ഈ പക്ഷിയെ നോക്കുന്നത്. അപ്പൊ അവരുടെ ആ ശീതളാനിലഹ വിജജാല, ആ സമയത്ത് തണുത്ത കുളിർക്കാറ്റ് വീശി. പക്ഷി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വനദേവത പ്രത്യക്ഷപ്പെട്ടു. ചിരിച്ച മുഖത്തോടു കൂടി പക്ഷി കുട്ടിയെ എന്താ പറയാ, വനദേവത പക്ഷിയെ നോക്കി. എന്നിട്ടോ മേഘ അമൃതം അവർഷയത്, ആ സമയത്ത് മേഘത്തിൽ നിന്ന് അമൃതം പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ വൃക്ഷം വീണ്ടും പല്ലവിദഹ പത്രൈഹി ശാഖാഭിഹി ച സമ്പുഷ്ടഃ യഥാപൂർവം പരിണതിം പ്രാപ്തവാൻ. ആ സമയത്ത് വൃക്ഷത്തിൽ തളിരുകളും ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടായി. എന്താ പറയുക, വൃക്ഷം പഴയ പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വൃക്ഷമായി മാറി എന്നാണ് പറയുന്നത് കേട്ടോ. തത്ര ഏകസ്യാം ശാഖായാം വൃക്ഷ താം ദോളായുധം പ്രചക്രമേ. ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിലിരുത്തിയിട്ട് ഈ പക്ഷിയെ ഇങ്ങനെ ആട്ടുന്നു വൃക്ഷം എന്നാണ് പറയുന്നത്. വിലസതു ഹരിതാഭ ലോകഭൂത്യൈ നിതാന്തം അല്ലേ? ഈ ഹരിതാഭ ലോകം മുഴുവൻ നിറയട്ടെ, ഈ പച്ചപ്പ് ലോകം മുഴുവൻ നിറയട്ടെ. അപ്പോഴാണ് ലോകത്തിന് ഐശ്വര്യം ഉണ്ടാവുക. ലോകഭൂത്യൈ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഇനിയും പച്ചപ്പ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷി. അപ്പോൾ എന്തൊരു ഭംഗിയുള്ള കഥയാണ് അല്ലേ? ശരിക്കും ആ പക്ഷിക്കുഞ്ഞു പോലും ലോകത്തിന്റെ നന്മയെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഇതിലത്തെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സാ കീദൃശേന ചക്ഷുഷ താം വിലോക്യ സ്മിതമുഖി അഭൂത്. എങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയ നോക്കിയത്? വാത്സല്യപൂർണേന ചക്ഷുഷ അല്ലേ? വാത്സല്യപൂർണേന ചക്ഷുഷ താം വിലോക്യ സ്മിതമുഖിയും അഭൂത്. ചക്ഷുഷ എന്നാണ് എഴുതിയേക്കണേ കേട്ടോ, ഷ എന്നാണ് വേണ്ടത്. സോറി, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. വൃക്ഷാഹ താം കിം കർത്തും പ്രചക്രമേ. വൃക്ഷം എന്താണ് ചെയ്യാൻ പോയത്? വൃക്ഷം എന്താണ് ചെയ്തത്? ദോളായുധം അല്ലെ? ഊഞ്ഞാലാട്ടാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അത്രയും സ്നേഹം ഉണ്ടായി വൃക്ഷത്തിന് അല്ലെ? വൃക്ഷത്തിന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സന്തോഷത്തോടു കൂടി 100 ഇരട്ടിയായിട്ട് മനുഷ്യന് തിരിച്ചു തരും. വൃക്ഷത്തിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫലങ്ങൾ തരും, നിഴല് തരും, ഓക്സിജൻ തരും, എന്തൊക്കെ തരും. മാത്രമല്ല ഒരുപാട് ജീവജാലങ്ങൾക്ക് താമസിക്കാൻ സ്ഥലവും കൊടുക്കും അല്ലേ? ഇതൊക്കെ മനുഷ്യന്മാർ കണ്ടു പഠിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ഇനി രേഖാങ്കിത പദസ്യ വിശ്ലേഷണം കുരുത. അടിവരയിട്ട പദത്തിനെ പദം പിരിച്ചെഴുതുക. നാചിരേണൈവ, അത് 3 വാക്കുകളാണ്. നാ പ്ലസ് അചിരേണ പ്ലസ് ഏവ എന്നുള്ളതാണ് കേട്ടോ.
പിന്നെ തഥാ കഹ വിജചാല, എന്താണ് അവിടെ വീശിയത്? ശീതളാനിലഹ, അല്ലെ, തണുത്ത കാറ്റാണ് വീശിയത്. വിജചാല എന്ന് പറഞ്ഞാൽ വീശി, തണുത്ത കാറ്റ് വീശി. അങ്ങനെ ഇപ്പോൾ ഒരു മൂന്നാമത്തെ പാരഗ്രാഫ്, ഇതിലും എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെയാണ് ടീച്ചർ എഴുതിയേക്കണത്. ആ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ഇത് ഞാൻ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് തന്നിട്ടുണ്ട്. വ്യാസപ്രണീത ഇതിഹാസ ഗ്രന്ഥ ഭവതി മഹാഭാരതം മഹത്തരോയം ഗ്രന്ഥ പഞ്ചമവേദത്വേന പരിഗണ്യതേ മഹത്വാത് ഭാരത്വാച്ച മഹാഭാരതം ഉച്യതേ, അല്ലേ? വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം. ഇത് വളരെ മഹത്തരമായ ഗ്രന്ഥമാണ്. ഇത് പഞ്ചമവേദം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും ഇത് മഹാഭാരതം എന്നറിയപ്പെടുന്നു. ഇനി ഏകാദശ ശ്ലോകാത്മകോയം ഗ്രന്ഥ സപാദേക ലക്ഷ ശ്ലോകാത്മക അയം ഗ്രന്ഥ അഷ്ടാദശ പർവഭിഃ വിഭക്തം, അല്ലെ? കുരൂണാം പാണ്ഡവാനാം എന്താ പറയുക, കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ചരിതമാണ് മുഖ്യതയാ പ്രതിപാദ്യം. ബഹൂനി ഉപാഖ്യാനാനി, ഇതിൽ ഒരുപാട് ഉപകഥകളുണ്ട്. യതിഹാസ്തി തദന്യത്ര എന്നേ ഹാസ്തി നതത് ക്വചിത്, അത് ഇവിടെ കാണുന്നത് എല്ലായിടത്തും ഉണ്ടായിരിക്കും, ഇവിടെ കാണപ്പെടാത്തത് മറ്റിടത്തും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയധികം കഥകളെ കൊണ്ടും എന്താ പറയാ, ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളെ കൊണ്ടും നിറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാഭാരതം ഇവിടെ കാണുന്നതെല്ലാം എല്ലായിടത്തും കാണാം. ഇവിടെ കാണപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മഹാഭാരതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ്. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കൂ. വ്യാസപ്രണീത ഇതിഹാസ ഗ്രന്ഥ, വ്യാസൻ എഴുതിയ ഇതിഹാസ ഗ്രന്ഥം മഹാഭാരതം. പഞ്ചമവേദം എന്ന വേറെ പേരുള്ളത് മഹാഭാരതം. മഹാഭാരതം കഥമുച്ചത്, എന്തുകൊണ്ടാണ് മഹാഭാരതം എന്ന് പറയുന്നത്? മഹത്വാത് ഭാരത്വാച്ച, മഹത്തായതും ഭാരം കൊണ്ടും ആണ് മഹാഭാരതം എന്നറിയപ്പെടുന്നത്. എത്ര പർവ്വങ്ങളാണുള്ളത്? 18 പർവ്വങ്ങളാണുള്ളത്. എന്താണ് വ്യാസന്റെ പ്രസിദ്ധമായ വചനം? യതിഹാസ്തി തദന്യത്ര, അതായത് ഇൻവെർട്ടഡ് കോമയിലുള്ളതാണ് വചനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെടുത്ത് അങ്ങോട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ശ്ലോകങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവുക. അപ്പം അതുള്ളത് അതെടുത്ത് എഴുതാം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കുറച്ച് സ്പീഡിലാണ് ഞാൻ പറയണത്, കാരണം ഇല്ലെങ്കിൽ കുറേ സ്ലൈഡുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും നിങ്ങൾക്ക് കഴിയാനായിട്ട്. പാഠം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാനിപ്പോൾ എക്സാം പർപ്പസിലാണ് ഇതൊക്കെ പറയണത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്താ പറയുക, അതിൻ്റെ ഗ്രാമറൊക്കെയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ അടുത്ത ഭാഷാന്തരീകരണത്തിന് ഈ പാഠഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഭാഷാന്തരീകരണം എന്ന് പറഞ്ഞാൽ വിവർത്തനം ചെയ്യുക. അപ്പോൾ വ്യാസപ്രണീത ഇതിഹാസ ഗ്രന്ഥ ഭവതി മഹാഭാരതം, എന്താ പറയുക, നേരത്തെ കാണിച്ച അതേ പാരഗ്രാഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. വ്യാസന രചിക്കപ്പെട്ട ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം. മഹത്തരമായ ഗ്രന്ഥം, പഞ്ചമവേദമായി പരിഗണിക്കപ്പെടുന്നു. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്നറിയപ്പെടുന്നു. 1.25 ലക്ഷം ശ്ലോകങ്ങളോട് കൂടിയത് 18 പർവ്വങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ചരിത്രമാണ് ഇവിടെ പ്രധാനമായും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഉപാഖ്യാനങ്ങളും കഥകളും ഒക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഭാഷാന്തരീകരണം എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് എഴുതുക. അപ്പോൾ ഇത് വായിച്ചു വെക്കുക, ഇതേപോലെ അങ്ങോട്ട് സ്വന്തം വാക്യത്തിൽ എഴുതുക. ഇത് ബൈഹാർട്ട് പഠിക്കരുത് നിങ്ങൾ കേട്ടോ, ബൈഹാർട്ട് പഠിക്കല്ല വേണ്ട, മനസ്സിലാക്കണം, എന്നിട്ട് സ്വന്തമായിട്ട് എഴുതുക. അപ്പോഴേ ഫുൾ മാർക്ക് കിട്ടുക. ഇതേ ബൈഹാർട്ട് ഇത് കൊണ്ടുപോകരുത്, ഓക്കെ? കോപ്പി അടിക്കുകയും ചെയ്യരുത്, ഓക്കെ? അടുത്തത് പിതരോ ഭോ, വേറൊരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, മാതാപിതാക്കൾ ഭക്ഷണം അന്വേഷിച്ചു പോയി, അവർ തിരിച്ചെത്തുന്നത് വരെ വൃക്ഷമാണ് മാതാപിതാക്കൾ. വൃക്ഷം ഞങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സംരക്ഷിക്കുന്നു. എൻ്റെ അനുജന്മാരുടെ ശബ്ദം കേട്ടാണ് കൂട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നത്. വൃക്ഷത്തിനിടയിൽ ധാന്യമണികൾ വിതറിയിരിക്കുന്നത് യാദൃശ്ചികമായി കണ്ടു. രണ്ടെണ്ണത്തിൻ്റെ ഭാഷാന്തരീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ആംഗലേയപദാനാം സ്ഥാനെ, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇംഗ്ലീഷ് വേർഡ് ഇടയിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ പകരം സംസ്കൃതം വാക്ക് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത്. ഞാനിവിടെ ഇംഗ്ലീഷ് വാക്കുകൾക്ക് പകരം വെച്ചിട്ടുള്ള വാക്കുകൾ റെഡ് മാർക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചുമന്ന കളറിലാണ് അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത്, അപ്പം വേർഡ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നോക്കൂ, ഐ ആം നോട്ട് ഗോയിങ് എന്ന് പറയുമ്പോൾ നാഹം ഗച്ഛാമി എന്നാണ്. അത് പാഠത്തിൽ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവുക, ഓക്കെ? അപ്പോൾ പാഠം നന്നായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ കൂടി ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടാവും. അപ്പോൾ എളുപ്പമാണ് എഴുതാൻ. അതേ വാക്ക് വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട്, നാഹം ഗച്ഛാമി. അപ്പം നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇത് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇതല്ല. അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്, ഓക്കെ? അപ്പോൾ ഐ ആം നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ നാഹം ഗച്ഛാമി, ഐ ആം നോട്ട് ഗോയിങ്. പിന്നെ വേർ, കുത്ര, വേർ എന്ന് പറഞ്ഞാൽ എവിടെ, കുത്രാഭി ഗച്ഛാമി, എവിടെ വേണമെങ്കിലും പോവാം, ഞാൻ എവിടെയും പോകുന്നില്ല,
ഓക്കെ. സൈലന്റ് എന്നുള്ള വാക്കിന് തൂഷ്ണീം എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. സൈലന്റ് എന്നുള്ളതിന് എന്താ വാക്ക്? തൂഷ്ണീം. മറക്കരുത്. സ്ലോലി അല്ല, ഡയറക്ഷൻസ് ദിശ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ, ഭാഗങ്ങൾ, ഏത് ഭാഗത്തേക്കാ പോയി എന്ന് അറിയില്ലല്ലോ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ദിശ എന്നാണ്. സ്ലോലി എന്ന് പറഞ്ഞാൽ തൂഷ്ണീം എന്നാണ് അർത്ഥം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. ലാസ്റ്റ് വാക്ക് ഏതാണ്? മന്ദം. സ്ലോലി എന്ന് പറഞ്ഞാൽ, സോറി, തൂഷ്ണീം എന്ന് പറഞ്ഞാൽ സൈലന്റ് കേട്ടോ. സോറി, തെറ്റി പറഞ്ഞു. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ സൈലന്റ്, സ്ലോലി പറഞ്ഞാൽ മന്ദം, പതുക്കെ എന്നുള്ള അർത്ഥമാണ് സ്ലോലി. അപ്പൊ ഇതില് 5 വാക്കാണുള്ളത്. ഒന്ന് ഐ എം നോട്ട് ഗോയിങ്, അപ്പൊ നാഹം ഗച്ഛാമി. 2 വേർ കുത്രാബി. 3 സൈലന്റ് തൂഷ്ണീം. 4 സ്ലോലി മന്ദം. പിന്നെന്താണ്? 5 ഡയറക്ഷൻസ് ദിശ. ഓക്കെ. 5 ഞാൻ ഓർഡർ തെറ്റിച്ചാ പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ഇതേപോലെ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അതിനൊന്ന് പ്രിപ്പയർ ആവുക. പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഓക്കെ. ഇനി അടുത്തേക്ക് പോവാം. അടുത്ത സ്ലൈഡ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഠം എക്സ്പ്ലെയിൻ ചെയ്യണത് ഒന്ന് കേട്ട് നോക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പാഠഭാഗം പുസ്തകം തുറന്നു വെച്ചിട്ട് ഇത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക. ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട, മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നന്നായി വായിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.